ഞാൻ ഒരു ചീരയെക്കുറിച്ചാണ് പറയാൻ പോണത് നിങ്ങളുടെ അടുത്ത്. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ പെരയിടങ്ങളിൽ വാച്ചാലിൽ എല്ലായിടത്തും കാണാം. ഇതിനെ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഊളാൻ താമര എന്ന് പറയും. ഇതൊരു കീര കണക്ക് ഒരു ഇതാണ്. തോരൻ വയ്ക്കാൻ ഭയങ്കര ഔഷധമുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ അരി ഉണങ്ങുമ്പം ഇത് നമ്മളെടുത്ത് എൻ്റെ വീട്ടിൽ എടുത്ത് പിടിച്ചേ ഇതാണ്ട ഇതിൽ അരിയുണ്ട്. ഈ അരി നമ്മൾ എടുത്ത് വറുത്ത് പൊടിച്ച് കാപ്പിയിടും. ഊളം താമരയെന്നാണ് ഇതിനെ ഇവിടെ നമ്മുടെ അവിടെ അറിയുന്നത്. പക്ഷേ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഒരു ഔഷധമാണ്. ഇതിൽ മൊത്തം അരിയുണ്ട്. ഇവിടെ ഇത് കീര കണക്ക് ഇതിൻ്റെ ഇല നുള്ളി തോരൻ വയ്ക്കും. ഇത് വേറെ സ്ഥലങ്ങളിലൊക്കെ തൃശ്ശൂരൊക്കെ വേറെ എന്തെങ്കിലും പേരായിരിക്കും. ഇതിൻ്റെ ഇല നുള്ളി ഇത് കണക്ക് നുള്ളി ഊരി ഇത് കണക്ക് ഇറുത്ത് മുരിങ്ങയില കണക്ക് ഒരു സാധനമാണ് അരിഞ്ഞ് തോരൻ വയ്ക്കും. ഭയങ്കര ഔഷധമാണ്. നിങ്ങളുടെ ഭാഗത്തൊക്കെ പുരയിടങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കാണും. പക്ഷേ ഇതൊക്കെ പണ്ടൊക്കെ നമ്മളെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ തോരൻ വെച്ച് തരും. തോരൻ വെച്ച് തരും എന്ന് പറഞ്ഞാൽ ഇത് തോരൻ വെച്ച് ഇടുന്ന കീരേക്കാളും ഭയങ്കര ഔഷധമുള്ളതാണെന്ന് പറയപ്പെടുന്നത്. ഞാൻ ഇപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ പുരയിടങ്ങളിലെന്നൊക്കെ പുരയിടങ്ങളിൽ വാച്ചാലിലൊക്കെ പോയി എടുത്ത് കൊണ്ടുവന്നു. അതുകൊണ്ട് അതിൻ്റെ അരി എടുത്ത് ഞാൻ ഈ പാടത്തിൻ്റെ സൈഡിൽ കുഴിച്ചിടും. ഒരെണ്ണം നിൽപ്പുണ്ട്. ഇതാണ്ട പാടത്തിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. ഞാൻ ഈ അരി കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കുഴിച്ചിടുന്ന ഇത് കൊണ്ടുപോയി ഞാൻ തോരൻ വെച്ച് ഇഷ്ടം പോലെ കഴിക്കും. നിങ്ങളെ ഭാഗത്തൊക്കെ കാണും. മിക്ക സ്ഥലങ്ങളിലും ഇത് കാണും. നല്ല നല്ല ചീരയും ഉളം താമര ഇലയെന്ന് പറയും. ഇവിടെ പറയുന്നത് ഉളം താമര ഇലയെന്നാണ് പറയുന്നത്. ഇതിന് മഞ്ഞപ്പൂവായിരിക്കും. ഇതിന് അരിയുണ്ട്. നല്ല അരിയാണ്. ഈ ഭാഗത്തൊക്കെ ഞാൻ കൊണ്ടുവന്നത് കുഴിക്കുമ്പോൾ തിളിര് വരുമ്പോൾ ഞാൻ കൊണ്ടുപോയി ഇത് കണക്ക് കൊണ്ടുപോയി നുള്ളി തോരൻ വെച്ചിരുന്നു.